വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നായിരുന്നില്ല. പണ്ട് വളരെ സ്ലോ ആയിരുന്നു. പെട്ടെന്നാണ് ആ ഒരു ബൂമ് നഗരത്തിൻ്റെ ആ വളർച്ചയുടെ ഒരു 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 പ്രത്യേക സംഗതി വന്നത്. നേരത്തെ വളരെ കുറവായിരുന്നു വളർച്ച. ഇപ്പോൾ എല്ലാ ഇൻ്റർനാഷണൽ പ്രോഡക്റ്റുകളൂടെ ഉണ്ട് ഓൾറെഡി. നമ്മൾ ഞെട്ടിപ്പോവും. അവിടെ വൈറ്റ് ഫോർട്ട് കാണാം. വൈറ്റ് ഫോർട്ട് സിനിമാക്കാരുടെ മെയിൻ താമസ സ്ഥലമുണ്ട്. വൈറ്റ് ഫോർട്ട് പശ്ചാത്തലത്തിൽ കാണുന്നതാണ്. ഇരുട്ടായിട്ടുണ്ട്. ചില ഭാഗത്തിലായിട്ടാണ്, ചില ഭാഗത്തില്ല. ഇതാണ് നമ്മളുടെ പോസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ കാര്യമില്ല. ഇവിടെ നിർത്താം. ഇതിൻ്റെ കൈയൊന്ന് മാറ്റി പിടിക്കാം. പിടിക്കാൻ പറ്റുമെന്നറിയില്ല. പ്രധാനമായിട്ട് രാത്രി ദൃശ്യങ്ങൾ കാണുക എന്നുള്ളത് തന്നെ ഉണ്ട്. നഗരത്തിലെ ഈ ഒരു കാലഘട്ടത്തിലെ രാത്രി ആണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ വീഡിയോസിന് ഇപ്പോഴായിരിക്കും ആൾ വരുന്നത്. ഇത് 2026. ഇവിടെയൊക്കെ തട്ടുകടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. തട്ടുകടകൾ എന്ന് പറയണത് അതിന് വേറൊരു പേരൊക്കെയാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വൈറ്റില പാലത്തിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ അവിടെ ലൈറ്റില്ലാമോ? വൈറ്റില പാലത്തിന് മുകളിൽ ലൈറ്റില്ല. വാ, ആ റിഫ്ലക്ടറുമ്പോൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ പോലെ വണ്ടി വരുന്നതിന് മുമ്പ് കയറട്ടെ. വൈറ്റില പാലം ആയിട്ടില്ല, ആവുന്നുണ്ട്. തംസപ്പ് കാണിക്കും. തംസപ്പ് കാണിച്ചിട്ടാണ് പോണേ. കൊച്ചു കുഞ്ഞോടെ കൊണ്ടാണ്, പൊടിക്കുഞ്ഞ് ഒരു 3 വയസ്സ് 4 വയസ്സുണ്ടാവുള്ളൂ. പക്ഷേ ആ കുഞ്ഞടക്കം തംസപ്പ് കാണിക്കും. താങ്ക് യു ബ്രോ, താങ്ക് യു. വളരെ അപൂർവം ആൾക്കാർ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇരുട്ടായി. നമ്മളിനി പതിയെ വൈറ്റില ജംഗ്ഷൻ ലക്ഷ്യമാക്കി എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നതാണ്, നഗരത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നാണ്. പറഞ്ഞ സമയം കൊണ്ടാണ് നഗരം വളർന്നത്. ഇത്ര ഫാസ്റ്റായിരുന്നില്ല. എന്താണ് അതിൻ്റെ ടെക്നിക്കെന്ന് മനസ്സിലാവുന്നില്ല. ദൂര ബസ്സാണ്. സ്ലീപ്പർ. നഗരത്തിലെ ഒരു റെസിഡൻസ് ഏരിയയാണ്.
അവിടെ 2 ഫ്ലാറ്റ് കാണാം. പിന്നെ ഇങ്ങോട്ട് വരുന്തോറും നമ്മൾ ഇവിടെ ഒരു സെൻട്രലിലൊരു കനാലാണ്. ഇരുകരകളിലുമായിട്ട് റെസിഡൻറ്റ് ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വൈറ്റില്ല. നഗരത്തിലേക്ക് ഒരുപാട് പുറമേ നിന്നുള്ള ആളുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നഗരം ആസ്വദിക്കാനും നഗരത്തിൻ്റേതായ ചില വൈബുകൾ. അപ്പോൾ അവിടെ കൊച്ചിൻ വൈബ്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഇപ്പോൾ വൈബ് അപ്പോൾ കൊച്ചിൻ്റെ വൈബ് ആസ്വദിക്കാനൊക്കെ ആയിട്ട് ആളുകൾ വരുന്നുണ്ട്. കാറിൽ പോകുന്നവരൊക്കെ കൈ കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് അവർ കൈയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് സംഭാഷണം കേൾക്കില്ലെന്ന് അറിയില്ല കേട്ടോ. ഞാനത് ഷൂട്ട് ചെയ്യണമെന്നുള്ളൂ. നിങ്ങൾ വിഷ്വൽസ് കാണുക, അതിന് വൃത്തിയുള്ളൂ. നമ്മൾ സംഭാഷണം കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കില്ല. തട്ടുകെട്ടുകളൊക്കെ സജീവമായി കൊണ്ടിരിക്കണ്ട. തട്ടുകടയൊക്കെ ഈ സമയമാകുമ്പോഴത്തേക്കും ഓണാവും. ഇതാ നമ്മുടെ ഡിക്കാത്തലോൺ ഇവിടെ കാണാം. ഡെക്കാത്തലോൺ ഈ ഭാഗത്തുണ്ട്, അവിടെ എത്തിയുണ്ട്. നമ്മുടെ വൈറ്റില ഡെക്കാത്തലോൺ. അപ്പോൾ പുറമേ നിന്ന് വരുന്ന ആളുകൾ ധാരാളമായിട്ട് നഗരത്തിലേക്ക് വരുന്നുണ്ട്. പുറമേ എന്ന് പറഞ്ഞാൽ പുറം ജില്ലകളിൽ. പക്ഷെ ഞാനും കുഞ്ഞുമണിയൊക്കെ നോക്കിയിട്ട് സത്യത്തിൽ ഇവിടെ ഒന്നും കിട്ടാനില്ല. നമ്മുടെ ഉൽപ്പന്നങ്ങളൊന്നും കിട്ടാനില്ല. കാരണം നമ്മളുടേതായ ചില മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. പലരും പറയും എറണാകുളത്ത് കിട്ടായിട്ടോ ഒന്നുമില്ല എന്നാണ്. പക്ഷെ നമ്മൾ അന്വേഷിക്കുന്ന നമ്മുടെ സാധനം ഇവിടെ കിട്ടില്ല. ഞങ്ങൾ മിക്കവാറും മറ്റേ ബാംഗ്ലൂരിൽ നിന്നാണ് പണ്ട് എടുത്തുകൊണ്ടിരുന്നത്. നമ്മളിവിടെ കിട്ടാത്ത മെറ്റീരിയൽസൊക്കെ ബാംഗ്ലൂരിൽ ഇപ്പം കുറേയൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും അതിൽ തന്നെ അങ്ങനെ അത്ര വെറൈറ്റി ഒന്നും പറയാനില്ല. നമ്മളുടെ ലാമ്പിന് ആവശ്യമുള്ളതാണ്. ഒരു ഹോട്ടലുണ്ട്, ബീച്ച് ഹോട്ടൽ. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അന്വേഷിക്കുന്ന പോലെ ആണെങ്കിൽ കിട്ടാറ്. 10-15 വർഷമായിട്ട് നമ്മളിവിടെ പലതും അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കിട്ടില്ല. നേരെ ബാംഗ്ലൂരിൽ നിന്നാൽ കിട്ടും. ബാംഗ്ലൂർ കിട്ടാത്തത് നേരെ മുംബൈയിലേക്ക് പോകേണ്ടി വരും. അതാണ് അവസ്ഥ. എറണാകുളം, തൃപ്പൂണിത്തുറ, തൃശ്ശൂർ. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ കൂടി തന്നെ പോകല. എന്തായാലും കണക്കാം. ഈ പാലത്തിൻ്റെ മുകളിലൊക്കെ ധാരാളം ബോട്ടുകൾ, വണ്ടിയുടെ ബോട്ടുകളൊക്കെ കിടക്കുന്നതാണ് കേട്ടോ. അതൊക്കെ ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല.
ഫുഡിനോട് ആളുകൾക്ക് ഉണ്ട്. അവിടെയൊക്കെ കാണാം. അവിടെ ഒരു ദീർഘദൂര ബസ് കിടപ്പുണ്ട്. റോയൽ റിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിൻ്റെ ബസ്സാണ്. അത് കേരളത്തിലൊരു ബസ്സാണ്. ബാംഗ്ലൂരായിരിക്കുമല്ലോ. ഓക്കെ, അപ്പം നമ്മൾ വൈറ്റില ഓവർബ്രിഡ്ജിൻ്റെ മുകളിലാണ്. ഗിയർ മാറ്റിയില്ല, അതുകൊണ്ട് തന്നെ വളരെ സ്ലോയിലാണ് പോകുന്നത്. സ്ലോയിൽ പോകും, ബുദ്ധിയൊന്നുമില്ല. സമയമായിട്ടുള്ളൂ. മെട്രോയുടെ ചില്ലറ നമുക്കിവിടെ കാണാം. പാലം നമുക്കിവിടെ നിർത്താം. വൈറ്റില പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് എടുക്കണം കേട്ടോ, ഓർബിറ്റിൻ്റെ. അപ്പോൾ അവിടുന്ന് വരുന്ന വാഹനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നഗരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വാഹനങ്ങളാണ്. നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ട് നമുക്ക് മെട്രോ റെയിൽ കാണാം. തൃപ്പൂണിത്തുറയിലേക്കുള്ള മെട്രോ റെയിലാണ് കാണുന്നത്. അപ്പോൾ അത് കടന്നു ഇവിടെ ഉണ്ട്. ഇത് എന്താ പറയുക, ഇതൊന്നും ഇപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിലുള്ള ലൈറ്റുകളൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യണേ ഇല്ല. ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇത്രേ ഉള്ളൂ. ആ തുടക്കത്തിലൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടൊക്കെ ഉദ്ഘാടനം ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം വരും. അപ്പോൾ ഈ ദീർഘദൂരക്കാർ ഈ ഭാഗത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമുക്ക് ആ റോയൽ റിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞുള്ള ബസ്സിൻ്റെ ഒരു വിഷ്വൽസ് നമുക്ക് എടുക്കാം. കിട്ടുമെന്നറിയില്ല. അല്ല, ഈ ഭാഗത്താണ് ദീർഘദൂര ബസ്സുകളൊക്കെ പോകുന്നത് കേട്ടോ. അടുത്ത ബസ്സും പോയി. അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അല്ല, അവിടെയൊക്കെ ദീർഘദൂര ബസ്സുകൾ കിടപ്പുണ്ട്. എല്ലാം ബാംഗ്ലൂർ, ചെന്നൈ അങ്ങോട്ടുള്ളതാണ്. ഇവിടെ നിന്നാണ് മിക്കവാറും ഇപ്പം സ്റ്റാർട്ട് ചെയ്യണത് പലതും. ഇവിടെ ആളുകളുണ്ട്. കണ്ട ആ ഭാഗത്തൊക്കെ ഇപ്പോൾ അതങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈറ്റില മേൽപ്പാലത്തിന് മുകളിലാണ്. അപ്പം നഗരത്തിലേക്ക് പോകുന്ന വാഹനങ്ങളും ഇറങ്ങുന്ന വാഹനം 2026 ഒരു ദൃശ്യമുണ്ട്. ഇതൊക്കെ 2026 ഏപ്രിൽ മാസത്തിൽ നഗരത്തിലേക്കുള്ള തിരക്കും തിരിച്ചുള്ള പോക്കും എല്ലാം കൂടി ചേർന്നുള്ളൊരു വീഡിയോ. അതിനു വേണ്ടിയാണ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പണ്ട് നമ്മൾ എന്താ പറയുക, അവിടെ ആളുകളുണ്ട്.
പണ്ടൊക്കെ നമ്മൾ ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരുന്നത് ആശീർവാദ് ട്രാവൽസിൻ്റെ സ്റ്റീൽ കോച്ച് എന്നാണ് പറഞ്ഞിരുന്നത് അന്നൊക്കെ. അന്ന് ബാംഗ്ലൂർക്ക് ഏകദേശം ഒരാൾക്ക് 160 രൂപ മറ്റും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി 2 ദിവസം 3 ദിവസത്തേക്കൊക്കെ വേണ്ടി ബാംഗ്ലൂർക്ക് പോകും ആ കാലത്തൊക്കെ. അന്ന് ഈ ടൈപ്പ് ബസ്സുകളൊന്നുമില്ല, ഈ വോൾവോ അങ്ങനെയുള്ള ബസ്സുകളൊന്നുമില്ല. എല്ലാം സാധാ മറ്റേ സ്റ്റീൽ കോച്ച് എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. പിന്നെയാണ് എയർ ബസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് കേട്ടോ. അതിൻ്റെയൊക്കെ കഥകൾ വേറെ ഉണ്ട്, അതൊക്കെ പിന്നീട് പറയാം. ഇപ്പം നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക കേട്ടന്ന് പോവാം. നമുക്കൊന്നൊരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ എത്തും. മറ്റേത് ഇങ്ങനെ എന്താ പുഷ് ബാക്ക് സീറ്റ് പോലും അല്ല ആ കാലത്ത്. അതിനെക്കുറിച്ചൊരു കഥയുണ്ട്, അതൊക്കെ നമ്മൾ പിന്നീട് പറയാം, കഥകൾ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം മുന്നോട്ട്. അപ്പോൾ മഴയായിട്ടാ ആളുകളൊക്കെ ഓടണുണ്ട്, മഴയുണ്ട്. അപ്പോൾ ഇത് നേരെ കാണുന്നത് ഇവിടെ നമുക്ക് കാണാം പാലാരട്ടം പാലം. പാലാരട്ടം പാലത്തിലെത്തിയിട്ടുള്ളൂ. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. എന്തായാലും അപ്പോൾ റൈഡിൻ്റെ ഏകദേശം ഇപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് പോലൊരു ചെറിയ സൂത്രപ്പണി ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതാ എല്ലാവരൊക്കെ ഇറങ്ങി റെയിൻകോട്ട് ഇടണേ. അപ്പോൾ റെയിൻകോട്ട് ഇട്ടിട്ട് പതിയെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ റൈഡ് ഏകദേശം ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ കുന്നുംപുറം ജംഗ്ഷനിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 10:45 കേട്ടോ. 22:53 രാത്രി. ജസ്റ്റ് ഒന്ന് ലുലുവിലും കയറി, കാരണം ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കണ്ടല്ലോ, അതിന് ഒരു കുബൂസ് മേടിച്ച്. അപ്പോൾ 11:45 വീട്ടിലെത്തുമ്പോൾ ഒരു 10 മിനിറ്റ് കൂടി, 10 മിനിറ്റിൻ്റെ റൈഡ് കൂടെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ തിരിച്ചെത്തി. ഇന്നൊരു ചെറിയ റൈഡായിരുന്നു. നമ്മൾ അങ്ങനെ വലിയ റൈഡിങ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ റൈഡിങ്. ഇപ്പോഴും തിരക്കിന് കുറവൊന്നുമില്ല കേട്ടോ. 11 മണിയായപ്പോഴും തിരക്കിന് കുറവൊന്നുമില്ല. ഇന്നൊരു ചെറിയ റൈഡായിരുന്നു, അങ്ങനെ വലിയ റൈഡെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു പോക്ക്. നമ്മൾ അവിടെ ഒരു ഫ്രിഡ്ജ് വന്നിട്ടുണ്ട്, ആ ദ്വീപ് എന്താണെന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷ. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ അവർ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. അവിടെ ഒരാളെ കണ്ടപ്പോൾ ആ പുള്ളി പരിചയപ്പെടാൻ വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ ഒറ്റ കാര്യമാണ്, പുള്ളി ഞങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നൊരു സംശയമുണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികം, കാരണം ഞങ്ങളെപ്പോലുള്ള അപരിചിതരായ ആളുകൾ, സ്ട്രേഞ്ചേഴ്സ്, അവരുടെ ഇത്ര നാൾ കണ്ട മുഖങ്ങളല്ല ഇപ്പോൾ പുതിയ ആളുകൾ കയറി വരുന്നു, സ്ട്രേഞ്ചേഴ്സ്. അതൊരു ദ്വീപായിരുന്നല്ലോ. ഇപ്പം നമ്മൾ താമസിച്ചിരുന്ന സ്ഥലം പോലെ അല്ലല്ലോ. നമ്മൾ താമസിക്കുന്ന സാറിനൊരു ലാൻഡ് ഏരിയയിലാണ്, സാറിന് ലാൻഡാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ആ ദ്വീപിലുള്ള എല്ലാവരും പരസ്പരം എന്താ പറയുക, കണ്ടു പരിചയമുള്ള ആളുകളായിരിക്കും. അതല്ലാത്ത മുഖങ്ങൾ കാണുമ്പോൾ അവർക്കൊരു അസ്വസ്ഥത സ്വാഭാവികമായിട്ടും ഫീൽ ചെയ്യും. ഇവരൊക്കെ എന്തിനാ അതിനകത്ത് കയറി തന്നെ എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാവാം. ആരെയും കുറ്റം വേണ്ടതല്ല. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് ഇപ്പോഴേ മടുത്തു തുടങ്ങി. ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇനി അവിടെ വേസ്റ്റ് വരും. ഇപ്പം നല്ല വൃത്തിയുള്ള സ്ഥലമാണ്, വേസ്റ്റ് വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇരുട്ടായിട്ടാ, ഇനിയിപ്പോൾ എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, ഇപ്പം നമ്മളുടെ ഭാഗത്തേക്ക് ലൈറ്റില്ല. ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ
കണ്ട അതേപോലെ തന്നെ പെരുമ്പളം ദ്വീപിൽ കണ്ട പോലെ തന്നെ ഇവിടെയും സ്ട്രീറ്റ് ലൈറ്റൊന്നുമില്ല. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മളിന്ന് പറഞ്ഞേക്കാലൊന്നും എഴുതിയിട്ടാണ് അവിടുത്തെ ആളുകളുടെ ആ ഒരു ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് പറഞ്ഞ് വെച്ചേക്കാലം എഴുതിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ റൈഡ് തുടങ്ങിയോടത്ത് തന്നെ തിരിച്ച് സ്റ്റോപ്പ് ചെയ്യാം.